ഹലോ ഡിയർ ഫ്രണ്ട്സ്. സോ ഒരു ക്വിക്ക് വീഡിയോ. അപ്പം ആ വീഡിയോയുടെ ഒരു കണ്ടന്റിലോട്ട് കടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് കാറ്റിന്റെ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണ് എന്തെങ്കിലും മേജർ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി മാറ്റി കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഭയങ്കരമായിട്ട് തെറ്റിച്ചു കൊടുത്തു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ മിസ്റ്റേക്ക് വന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ എന്തിനാണ് നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതിനുവേണ്ടി നിങ്ങളുടെ ടൈമും എനർജിയും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ഇത് റിസ്ക് എടുക്കേണ്ട, ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്തോളൂ എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന കുറെ ആൾക്കാർ എന്റെ അടുത്ത് ഇപ്പൊ വിളിച്ച് പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ കാറ്റിന് ഇത്തവണ അപ്ലൈ ചെയ്യുന്നില്ല എന്ന്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാറ്റിന് എലിജിബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ വർഷം നിങ്ങളുടെ പ്രിപ്പറേഷൻ മോശമാണ് എന്ന് വിചാരിച്ചിട്ട് മാത്രം നിങ്ങൾ കാറ്റിന് അപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കാറ്റിന് അപ്ലൈ ചെയ്യുക. ഇത്തവണ നമുക്ക് കേരളത്തിൽ നിന്ന് ഒരു റെക്കോർഡ് പെർസെന്റേജ് ആൾക്കാർ തന്നെ കാറ്റ് എഴുതുകയും കാറ്റിൽ നിന്ന് IIMകളിലേക്കും മറ്റു മികച്ച ബിസിനസ് സ്കൂളിലേക്കും പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ എല്ലാവരും, എന്റെ ആഗ്രഹത്തിന് വേണ്ടിയല്ല, നിങ്ങൾ എല്ലാവരും പോയി കാറ്റിന് രജിസ്റ്റർ ചെയ്യുക. കാരണം ഉണ്ട്, ഇപ്പം കുറെ ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാർക്ക് ഷീറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, മാർക്ക് ഷീറ്റ് ഇപ്പൊ SSLCയുടെ ഒക്കെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കൺവേർഷൻ ഫോർമുലാസ് ഉണ്ട്. ഇനി ഒരു നിവൃത്തിയില്ലെങ്കിൽ ആ കൺവേർഷൻ ഫോർമുല വെച്ചിട്ട് നിങ്ങൾ എഴുതിയിടുക. അത് ഒന്ന് മാർക്ക് ഷീറ്റ്, അപ്പം അവിടെ പ്രശ്നം തീരും. രണ്ടാമത്, നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ EWSന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ്സിന് നമ്മളുടെ കാറ്റിന്റെ വെബ്സൈറ്റിൽ തന്നെ അവിടെ സെൽഫ് എവിഡവിറ്റ് ഉണ്ട്. അത് വാങ്ങി സ്വന്തമായിട്ട് പൂരിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഓക്കെ ആക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ കാറ്റഗറി മാറ്റി ഒന്നും അപ്ലൈ ചെയ്യരുത്. പിന്നെ മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, കാറ്റ് ലോ സ്കോറിംഗ് എക്സാം ആണ്. നിങ്ങൾ അത്ര സീരിയസ് ആയിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും ഇനിയുള്ള സമയം മാത്രം പ്രിപ്പയർ ചെയ്താൽ. ഞാൻ തൊട്ട് മുന്നേ ഇട്ടിരിക്കുന്ന പല്ലവിയുടെ ഒരു വീഡിയോ ഉണ്ട്, പല്ലവിയുടെ വീഡിയോ എല്ലാവരും പോയി കാണുക. ആ വീഡിയോയിൽ പല്ലവി പറയുന്നുണ്ട് 3 മാസം പ്രിപ്പറേഷൻ കൊണ്ട് SPJN, അതായത് 97, 98, 99% വേണ്ട SPJN പല്ലവി ക്രാക്ക് ചെയ്തിട്ടുള്ളതും വളരെ സിമ്പിൾ ആണ്. ഒരുപാട് പ്രഷർ എടുക്കാതെ ലോ സ്കോറിംഗ് എക്സാം ആണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ്ങിന് പോലും 5 പൈസ ചെലവില്ല. കാരണം ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷനിൽ കംപ്ലീറ്റ് റിസോഴ്സസും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട്, ഞാൻ പറയുന്നത് സീരിയസ് ആസ്പിറൻസിന്റെ അടുത്തല്ല, ഇത്തവണ കൊടുക്കണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഇത്തവണ കൊടുക്കുക. ഇങ്ങനെയുള്ള ഈ ഒരു കയ്യാലപ്പുറത്ത് വെച്ച തേങ്ങ പോലെ നിന്ന പല ആൾക്കാരും ഇത്തവണ IIMസിൽ, കഴിഞ്ഞ തവണ എന്റെ അടുത്ത് ഇതേ വർത്തമാനം പറഞ്ഞ ലാസ്റ്റ് ഡേ ഞാൻ ഉന്തിത്തള്ളി കാറ്റിന് രജിസ്റ്റർ ചെയ്യിപ്പിച്ച പല ആൾക്കാരും ഇപ്പം പല IIMസിലും, അതായത് ന്യൂ IIMs, IIM കാശിപ്പൂരിലും അങ്ങനെ പല IIMസിലായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഞാൻ തള്ളുകയല്ല, ഞാൻ റിയാലിറ്റി പറയാണ്. കാരണം വളരെ ലോ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഈ കാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അത്യാവശ്യമൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് അത് കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു മോക്ക് എക്സാം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം സാധാരണ ഒരു മോക്ക് എടുക്കുന്ന പോലെയല്ല, ഒറിജിനൽ ആയിട്ട് കാറ്റ് സെന്ററിൽ പോയാൽ അവിടെ എങ്ങനെയായിരിക്കും, അതിന്റെ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കും, എല്ലാം നിങ്ങൾക്ക് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, നിങ്ങളൊരു കാറ്റ് വെറുതെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ കൂടുന്നുണ്ടാകും. കാരണം കാറ്റ് നിങ്ങൾ വെറുതെ എഴുതിയാൽ പോലും നിങ്ങൾക്ക് ഇത്ര അധികം പെർസെന്റേജ് ഒക്കെ കിട്ടും എന്നുള്ളത് അറിയുമ്പോൾ നിങ്ങളുടെ അടുത്ത വർഷത്തെ കാറ്റ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഒരുപാട് സമാധാനത്തോടു കൂടി എഴുതാൻ പറ്റുമെന്നാണ് എനിക്ക് ആദ്യം തന്നെ പറഞ്ഞ് ഈ വീഡിയോ തുടങ്ങാനുള്ളത്. വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതൊക്കെ കോളേജസിന് അപ്ലൈ ചെയ്യണം എന്നുള്ളത് കുറെ പേര് ചോദിച്ചു തുടങ്ങി. നിങ്ങൾ ഇത്ര വലിയ ഒരു സംഭവമായിട്ട് ഇപ്പോഴേ അത് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം ഇനിയും കോളേജസിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ ഒക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. ഡെഡ് ലൈൻ ഒന്നും ഇതുവരെ ആയിട്ടില്ല. ഓപ്പൺ ചെയ്ത കുറെ സാധനങ്ങളുണ്ട്. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ പല്ലവിയായിട്ട് ഞാൻ SPJന്റെ വീഡിയോ ചെയ്തിരുന്നു. MDA ഗുർഗാവിന്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, NMIMSന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടാവും ഉടനെ. അപ്പം മേജർ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് വീഡിയോസ് ഇനിയിപ്പോ എൻ കേസ് ചെയ്തില്ലെങ്കിലും കഴിഞ്ഞ വർഷം ഇതേ സൈക്കിളിൽ ഇതിന്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളേജസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിവ്യൂസും ഇന്റർവ്യൂസും ഒക്കെ നിങ്ങൾക്ക് എന്റെ ചാനലിൽ തന്നെ കിട്ടുന്നുണ്ടാവും. പക്ഷെ പുതിയത് തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി പുതിയത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവിടെ എനിക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഹങ്കാരം ഞാൻ അത് പറയില്ല, പക്ഷെ നിങ്ങളുടെ ഒരു ഓവർ അംബീഷ്യസ് ഒരു ഇതുകൊണ്ട് മാത്രം നിങ്ങൾ ചില കോളേജസ് അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാരണം നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്താലും ചില സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പം ഞാനിപ്പോ IIM അഹമ്മദാബാദിൽ മാത്രമേ പോകൂ എന്ന് പറഞ്ഞു നിൽക്കുന്നത് കുഴപ്പമില്ല, വളരെ നല്ലൊരു അപ്രോച്ചാണ്. അഹമ്മദാബാദിന് വേണ്ടി തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പക്ഷെ അറ്റ് ദി സെയിം ടൈം ഇപ്പോഴുള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കാറ്റ് കഴിഞ്ഞ് ഇൻ കേസ് ചെറിയൊരു പെർസെന്റേജ് ചാൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിലും ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ബാക്കപ്പ് ഓപ്ഷൻസിന് വേണ്ടി നോക്കുന്നുണ്ടാവും. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ അല്ലാതിരിക്കുകയും നിങ്ങൾ അതിനേക്കാളും ഒക്കെ ഒരുപാട് താഴെയുള്ള ഒരു കോളേജിലേക്ക് പോകേണ്ടി വരികയും ചെയ്യുന്നത് ഞാൻ പല വർഷങ്ങളിലും കണ്ടിട്ടുണ്ട്, പല വിദ്യാർത്ഥികളിലും കണ്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി
നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന കോളേജസിന്റെ ആ ഒരു ബെൽറ്റിലുള്ള മാക്സിമം കോളേജസ് അപ്ലൈ ചെയ്യുക പ്രധാനമായിട്ടും. അതായത് നിങ്ങളിപ്പോൾ മോക്കൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് ഒരു 95 അല്ലെങ്കിൽ 97 അല്ലെങ്കിൽ 99% അല്ലെങ്കിൽ 85% അല്ലെങ്കിൽ 90% ആണെങ്കിൽ ആ ഒരു ബെൽറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന കോളേജസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ ഏറ്റവും മികച്ച കോളേജുകളിൽ ഒബ്വിയസ്ലി ഓരോ കോളേജ് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴും IIMസിനൊക്കെ കാറ്റിന്റെ രജിസ്ട്രേഷനിൽ തന്നെ ഇൻക്ലൂഡ് ആണെങ്കിലും ഇതിന് പുറമെയുള്ള കോളേജസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ഫീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കോളേജസിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന പെർസെന്റേജ് ബെൽറ്റിലുള്ള കോളേജസിന്റെ ലിസ്റ്റ് എടുത്ത് അതിൽ നല്ല റാങ്കിങ് ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ വെച്ചിട്ട് ചിലപ്പോൾ ഒരു കോളേജ് ഭയങ്കരമായിട്ട് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രം അഡ്മിഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ 10-20% വെയിറ്റേജ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും. അപ്പൊ അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യാതെ കുറച്ചുകൂടെ നിങ്ങളുടെ ഒരു പ്രൊഫൈലിന് പറ്റിയ കോളേജ് നോക്കി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇപ്പോഴേ അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. ഞാൻ ഇതിന്റെ മുകളിൽ ഇപ്പം ഐ ബട്ടണിൽ കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ തന്നെ കഴിഞ്ഞ തവണ രൂപീകരിച്ച നമ്മളുടെ എന്റെ സ്വന്തം ഫ്രണ്ട്സ് പഠിക്കുന്ന കോളേജിലും നമ്മളുടെ മെന്റർ ചെയ്ത കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ നിന്നൊക്കെ കിട്ടിയ റിവ്യൂസ് വെച്ചിട്ടുള്ള റാങ്കിങ് ആണ്. അപ്പൊ അതിൽ ഒരുപാട് അടി പിടിക്കാനൊന്നുമില്ല. എന്തുകൊണ്ട് IIM മറ്റേ SP ജെയിൻ IIM കോഴിക്കോടിന്റെ മുകളിൽ വന്നു അത് അങ്ങനെ ഒന്നും ചോദിക്കാനൊന്നുമില്ല. ഇത് ഏകദേശം ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് പറ്റാവുന്നത്ര കോളേജസിന്റെ ഒരു 50 കോളേജസിന്റെ ടോപ്പ് 50 കോളേജ് എടുത്തിട്ടുണ്ട്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു കീപ് ബാക്കപ്പ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോ 99% ആണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള കുറെ കോളേജ് അപ്ലൈ ചെയ്യാം. അവിടെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ 70% 80% കോളേജ് ആപ്ലിക്കേഷൻസ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ ഒരു 20% നിങ്ങൾ അതിന്റെ തൊട്ട് മുന്നത്തെ ബെൽറ്റിലും കൂടി അപ്ലൈ ചെയ്ത് വെക്കുക. ഇത് എസ്പെഷ്യലി വെൻ യു ഡോണ്ട് ഹാവ് ദി ലിബർട്ടി ടു റിപ്പീറ്റ്. ഇപ്പൊ ചില ആൾക്കാരുണ്ടാവും ABC ഓർ നത്തിങ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട കിട്ടിയില്ലെങ്കിൽ ഐ എം റെഡി ടു ഗിവ് ഇറ്റ് 1 more year. എന്റെ ഫാമിലി അത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്റെ ഫിനാൻഷ്യൽസ് അത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു വർഷം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായാലും കിട്ടും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. സോ അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, എനിക്കൊരു ബാക്കപ്പ് ഓപ്ഷനും വേണ്ട എന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് ഒരു വർഷമൊക്കെ നിങ്ങൾ ഡ്രോപ്പ് എടുത്ത് ഇനി ഒരു വർഷം ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു 80% കോളേജസും നിങ്ങളുടെ ആ ഒരു മേജർ ക്ലസ്റ്ററിൽ അപ്ലൈ ചെയ്യുകയും ഒരു 20% കോളേജ് അതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ബെൽറ്റിൽ, അതായത് ഇപ്പൊ നിങ്ങൾ 10 ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2 കോളേജ് എങ്കിലും നിങ്ങളിപ്പോൾ ഒരു 95% ടാർഗറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഒരു 90 to 95% അപ്ലൈ ചെയ്തിടുക. 90% ടാർഗറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഒരു 80 to 85 അല്ലെങ്കിൽ 80 to 90% ബെൽറ്റിൽ ഒരു 2-3 കോളേജ് എങ്കിലും നിങ്ങൾ 10 അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇടുക എന്നുള്ളത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കില്ല നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉണ്ടാവും. എക്സാം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് പല ആൾക്കാരും പല മെന്റാലിറ്റിയിലായിരിക്കും. ഇപ്പം ഇനിയിപ്പോ ഒരു വർഷം കൂടെ കൊടുക്കാൻ വയ്യ, ഇനിയിപ്പം എന്തായാലും കിട്ടുന്ന സ്ഥാനത്ത് കയറാം, കാരണം ഇതെല്ലാം നല്ല ബിസിനസ് സ്കൂളാണ് എന്നൊക്കെയുള്ള മെന്റാലിറ്റി വരാം. അപ്പൊ ആ സമയത്ത് റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. സോ കോളേജസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കി തുടങ്ങുക, ഏതൊക്കെ കോളേജസിൽ അപ്ലൈ ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നോക്കുക. അതൊരു മോട്ടിവേഷൻ ഫാക്ടർ കൂടിയായിരിക്കും നിങ്ങൾ പഠിക്കുന്ന സമയത്ത്. കാരണം നമ്മൾ ഈ കാറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള ഡ്രീം കോളേജസിന്റെ യൂട്യൂബിൽ അതിന്റെ വീഡിയോസും അവരുടെ ക്യാമ്പസും അവിടുത്തെ പ്ലേസ്മെന്റ്സും അവിടുത്തെ ആക്ടിവിറ്റീസും അവിടുത്തെ ഫെസ്റ്റിവൽസിന്റെയും ഒക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഒരു മൂഡില്ല എന്നുള്ള സമയത്ത് നിങ്ങൾ ഇതിങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെയും തിരിച്ചുപോയി പഠിക്കാൻ വേണ്ടി തോന്നാനുള്ളൊരു ഒരു ചാൻസ് അവിടെ ഉണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ. വീഡിയോ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ബേസിക്കലി എനിക്ക് പറയാനുള്ളത് കാറ്റിന് അപ്ലൈ ചെയ്യാത്തവർ പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്തോളൂ. വെറുതെ അപ്ലൈ ചെയ്യുക, ദയവേത് പോയി എഴുതുക. കാരണം അതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ആസ് എ കോമ്പറ്റേറ്റീവ് എക്സാം വെറുതെ ഇപ്പൊ പോയി എഴുതിയാലും അതൊരു നല്ലൊരു വിന്നായിരിക്കും. രണ്ടാമത്തത്, വേറെ ഏതൊക്കെ കോളേജ് അപ്ലൈ ചെയ്യണമെന്ന് ചോദിക്കുന്നിടത്ത് എനിക്കിതാണ് എൻ്റെ ഒരു അഡ്വൈസ്. അതിൽ തന്നെ കാറ്റിന് മുന്നേ രജിസ്റ്റർ ചെയ്യേണ്ട കുറച്ച് കോളേജ് ഉണ്ട്. ഇപ്പൊ SP ജെയിൻ, MDA, പിന്നെ അങ്ങനത്തെ കുറച്ച് കോളേജസ് ഉണ്ടാവും. അപ്പൊ ആ കോളേജസ് ആദ്യമേ ചൂസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കോളേജ് ആണെങ്കിൽ അത് നോക്കുക. പിന്നെ ഉള്ള കുറച്ച് കോളേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് എക്സാമിന് ശേഷം റിസൾട്ടിന് മുന്നേ ഉള്ളതാണ്. പിന്നെ ഉള്ളത് റിസൾട്ടിന് ശേഷമാണ്. ഈ റിസൾട്ടിന് ശേഷം ഉള്ളതിനെ കുറിച്ച് നിങ്ങളിപ്പോൾ ആലോചിക്കുകയോ വേണ്ട, ഇപ്പൊ കയറി ചാടിക്കയറി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ചില കോളേജസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യും. ഇപ്പം XIMB ഒക്കെ സ്ഥിരമായിട്ട് കണ്ടുവരാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓപ്പൺ ആയിരിക്കും, ഒരു ഡെഡ് ലൈൻ കാറ്റിന്റെ തൊട്ട് മുന്നേ ഉണ്ടാവും. പക്ഷെ പിന്നീട് ജനുവരിയിൽ പിന്നെയും ഓപ്പൺ ചെയ്യും. അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം ഹിസ്റ്റോറിക് ഡാറ്റ വെച്ചിട്ട്. ഇപ്പൊ കാറ്റ് റിസൾട്ടിന് ശേഷമുള്ളത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇപ്പൊ ഇഗ്നോർ ചെയ്തോളൂ. കാരണം അത് കാറ്റിന്റെ റിസൾട്ട് ഒക്കെ വന്നിട്ട് നമ്മളുടെ റിസൾട്ട് ഒക്കെ നോക്കി നമുക്ക് ഒരുപാട് ടൈം ഉണ്ട് ചിന്തിക്കാനും അതിനെക്കുറിച്ച് ഡിസിഷൻ എടുക്കാനും. കൂടുതലും IITs, NITs, പിന്നെ ചില പ്രൈവറ്റ് ബിസിനസ് സ്കൂൾസ് ഒക്കെ അങ്ങനെയാണ്. ഒരുപാട് ടൈം നിങ്ങൾക്ക് ഉണ്ടാവും. കാറ്റിന് മുന്നേ ഉള്ളതിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴൊന്ന് ചിന്തിച്ചു തുടങ്ങുക, ഇതിൽ ഏതൊക്കെ അപ്ലൈ ചെയ്യണോ എന്നുള്ളത്. പിന്നെ കാറ്റിന് റിസൾട്ടിന് ശേഷം ഉള്ളതിനെ കുറിച്ചും ഒന്ന് ചിന്തിച്ചു തുടങ്ങുക. കാരണം ഈ സ്നാപ്പ്, NMAT അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സാംസിനെ കുറിച്ച്, SAT പോലുള്ള എക്സാംസ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങേണ്ട ഒരു ടൈമാണ്. സോ അത്ര തന്നെ എനിക്ക് പറയുന്നുള്ളൂ ഈ ഒരു വീഡിയോയിൽ. എന്തായാലും വലിയ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ
വലിയ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതെ അത്യാവശ്യം ഓപ്ഷൻസ് ഒക്കെ വൈഡാക്കി വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് ഇത്തവണത്തെ കാറ്റിന്റെ സൈക്കിൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ എക്സാമിന്റെ സൈക്കിൾ കഴിയുമ്പോൾ ഒരു ടോപ്പ് ബിസിനസ് സ്കൂളിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് ഉണ്ടാവും. കാരണം നമ്മൾ ഒരൊറ്റ സീറ്റേ ചോദിക്കുന്നുള്ളൂ, അല്ലാതെ ഈ 10,000 സീറ്റ് ഉള്ളതിൽ ഒരു സീറ്റേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഐ ബി സൂൺ കമ്മിങ് അപ്പ് വിത്ത് മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. കാറ്റ് അടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോസ് പ്രതീക്ഷിക്കാം. പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് പോയി പ്രിപ്പയർ ചെയ്യുക, പോയി ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുക, ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു മോക്ക് എടുത്ത് അനലൈസ് ചെയ്യുക, വെറുതെ കുറെ മോക്കൊക്കെ എടുക്കുക, എവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടിയാലും ചെയ്തുകൊണ്ടിരിക്കുക. ഓപ്പൺ ഡാഡിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ ആണെങ്കിലും മാക്സിമം വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം, എവിടെ നിന്ന് വേണമെങ്കിലും കാണാം. നിങ്ങൾ ഓപ്പൺ ഡാഡിൽ നിന്ന് കാണാന്നുള്ള അല്ല പ്രധാനം, നിങ്ങൾ എവിടെ നിന്ന് കണ്ടാലും നിങ്ങൾ ഇത്തവണ ഒരു ടോപ്പ് ബിസിനസ് സ്കൂളിൽ കയറുക എന്നുള്ളത് തന്നെയാണ് പ്രയോറിറ്റി. സോ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ, സീ യു.